ഹായ് ഗൈസ്, ഞാനിന്ന് വന്നത് ഒരു വിഷയം സംസാരിക്കാനല്ല കേട്ടോ. മറ്റുള്ള വിഷയങ്ങളൊന്നും സംസാരിക്കാനല്ല, ഞാൻ എന്നെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. സാധാരണ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ പറയാറ്, ഇടയ്ക്ക് മാത്രം നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളങ്ങ് പറയാം, നല്ല ഉപയോഗപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ആക്ച്വലി പറയാൻ ഉദ്ദേശിച്ച കാര്യം വളരെ സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്, നിങ്ങൾക്കാകുമ്പോൾ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ആക്ച്വലി ഞാൻ എൻ്റെ വെയിറ്റ് നോക്കിയിരുന്നു, ഇന്നൊരു 63 കിലോ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വെയിറ്റ് നോക്കിയാലാണ് ഇപ്പോൾ അത്ര സന്തോഷം. പക്ഷേ ഏകദേശം ഒരു 8-9 മാസം മുമ്പുള്ള എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 82 കിലോനാണ്. ഈ 82 കിലോ എന്ന് പറയുന്നത് അത്ര ചില്ലറ വെയിറ്റ് അല്ല. ഈ 82 കിലോന്ന് എങ്ങനെ 63 കിലോനാക്കി എന്നുള്ളൊരു കഥ ഞാൻ പറഞ്ഞുതരാം. അതിനാണിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത്. ഇങ്ങനെ ഒരു മാറ്റം, അതായത് 82-ന്ന് 63 കിലോനാക്കുക പറഞ്ഞാൽ ഒരു നിസ്സാരമുള്ളൊരു സംഭവമൊന്നുമല്ല. അങ്ങനെ എല്ലാവരെ കൊണ്ടും അങ്ങനെ നടക്കുകയൊന്നുമില്ല. ചിലപ്പോൾ നടക്കും കേട്ടോ, നടക്കായൊന്നുമില്ല. പക്ഷെ അത് ഒരു പ്രയാസമുള്ള സംഭവമാണ്. ആണ് വെച്ചാണ്, അല്ല വെച്ചാൽ അല്ല, അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. എങ്ങനെ ഇത് നേടിയെടുത്തു എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞത്. സത്യത്തിൽ എൻ്റെ ഒരു ബോഡി നേച്ചർ പറഞ്ഞാൽ ഭയങ്കര വണ്ണം വെക്കുന്നൊരു ബോഡിയാണ്. നമ്മൾ സാധാരണ ഒരു 3 നേരം ഭക്ഷണം കഴിക്കുക, വേറെ ഒന്നും കഴിച്ചില്ലെങ്കിലും ചോറും നമ്മൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ വണ്ണം വെക്കുന്നൊരു ബോഡിയാണ് എൻ്റെ. അപ്പോൾ എങ്ങനെ ഞാൻ ഈ വണ്ണം കുറച്ചു എന്നുള്ള സംഭവം ഞാൻ കാണിക്കാം. എന്ന് ഞാൻ പറയാം. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഞാൻ എൻ്റെ പഴയ ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഈ കോലത്തിൽ ഞാൻ ഉണ്ടായിരുന്നത്. ഓക്കെ, നല്ല വണ്ണമുണ്ട്. ഈ കോലത്തിൽ ഞാൻ ഇപ്പോൾ ഉള്ള കോലാക്കിയത് എങ്ങനെയാ വെച്ചാൽ ആ ഫോട്ടോ കാണിച്ചത്. ഇപ്പോഴത്തെ ഒരു കോല കാണിച്ചത്. ഇപ്പോൾ നിങ്ങളുടെ ഇവിടെ മാത്രമേ കാണുള്ളൂ. കറക്റ്റ് ഇപ്പോഴത്തെ ഒരു കോല ഒരു ഫോട്ടോ കാണിച്ചു തരാം. കണ്ടല്ലോ. അപ്പോൾ എങ്ങനെ ആക്കി, എങ്ങനെ ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്തു എന്നുള്ള സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്ന് പറയുന്ന സംഭവം മിക്ക ആൾക്കാർക്കുള്ളൊരു പ്രശ്നമാണ് വണ്ണം. വണ്ണമുള്ള ആൾക്കാരെ ആർക്കും പറ്റില്ല, ആണായാലും പെണ്ണായാലും. ഭയങ്കര തടി കേട്ടോ, അവിടെ തടി കണ്ടുക്കണം, പൊണ്ണത്തടിയാണ്. എന്താ പറയുക, ഭയങ്കര വൃത്തിയുടെ രീതിയിലുള്ള ആൾക്കാരൊരു കാഴ്ചപ്പാടാണ്. നോട്ടായാലും സംസാരമാണെങ്കിലും കളിയാക്കലായാലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടം മെലിഞ്ഞ ആൾക്കാരെയാണ്, എനിക്ക് ഫിറ്റായ ആൾക്കാരല്ലേ. അതങ്ങനെയാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട് പൊതുവെ. അപ്പോൾ വണ്ണം എല്ലാവർക്കും ഒരു അപമാനമാണ്. ആരും വണ്ണം വെക്കാതെ നോക്കും, പെൺകുട്ടിയായാലും ആൺകുട്ടിയാണെങ്കിലും. എങ്ങനെയെങ്കിലും വണ്ണം വെക്കരുത്, എല്ലാവരും ആഗ്രഹമാണ്. എത്ര തിന്നാലും വണ്ണം വെക്കരുതെന്ന് എല്ലാവരും ആഗ്രഹിക്കല്ലേ. നമുക്കിത് സാധ്യമാകുമോ? പല ഡയറ്റുകൾ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർക്ക് ആ ഡയറ്റ് ഇഷ്ടാവില്ല കേട്ടോ. ചില ആൾക്കാർക്ക് ഒരു പറയുന്ന ഡയറ്റൊന്നും ഇഷ്ടമാവില്ല. ചില ആൾക്കാർ പറയും നിങ്ങൾ ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ മതി. ചില 24-25 മണിക്കൂറൊക്കെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് പിന്നെ ഒരുമിച്ചെല്ലാം കൂടെ ഭക്ഷണം കഴിക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, കഴിച്ചുകൊണ്ട് വണ്ണം കുറക്കാം എന്നേ ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഡയറ്റും അതും നല്ലതാണ്. അതായത് എല്ലാ ഇതും, അത് പ്രോട്ടീൻ, മിനറൽസ്, ഫൈബർ, കാർബോ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. ഒരു ദിവസത്തെ ക്വാണ്ടിറ്റി ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നിങ്ങൾക്ക് വീക്കിലും കഴിക്കാം, മാസത്തിലും കഴിക്കാം. ബിരിയാണിയോ ഫ്രൈഡ് റൈസോ ഷവർമയോ മന്തിയോ വട്ടവർ ഇറ്റ് ഈസ്, ഇഷ്ടമുള്ളതും കഴിക്കാം. പക്ഷെ നമ്മൾ ചെയ്യുന്ന ആ റൊട്ടീൻ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയാലേ ഇതൊക്കെ സാധിക്കുള്ളൂ. റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്ന റൊട്ടീൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്ഥിരമായിട്ട് രാവിലെ 1 ഗ്ലാസ് ചായ കുടിക്കും അല്ലേ, 1-2 ഗ്ലാസ്സൊക്കെ ചായ കുടിക്കുന്ന ആൾക്കാരുണ്ട്. അതിലൊരുപാട് പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ടായിരിക്കും ചായ കുടിക്കുക. നല്ല കടുപ്പത്തിൽ, നല്ല നമുക്കൊരു സമാധാനം. ആ ചായ കുടിക്കണം ഒഴിവാക്കുക. പഞ്ചസാര ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പൂർണ്ണമായിട്ട് ഒഴിവാക്കരുത്. നിങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടാണ്. ഇടുന്ന ക്വാണ്ടിറ്റിയിൽ ഇച്ചിരി അളവ് കുറയ്ക്കുക. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് രീതിയിൽ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്. ഓക്കെ, അല്ല വലിയ ബുദ്ധിമുട്ടായി മാറും. ചില ഡോക്ടേഴ്സൊക്കെ സജസ്റ്റ് ചെയ്യും ഒട്ടും കഴിക്കരുത്. പക്ഷേ ഞാൻ പറയുന്ന സജഷൻ എന്താ പറയുക, നിങ്ങൾ ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ ചെയ്യുന്ന സംഭവം നിങ്ങൾ ഒറ്റയടിക്ക് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദോഷമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഇടുന്ന അളവിൽ ഒരു ചെറിയ മാറ്റം വരുത്തി തുടങ്ങുക. പഞ്ചസാരൻ്റെ അളവ് കുറക്കുക. ഓക്കെ, ചെറുതായിട്ടിട്ടാൽ മതി, മധുരത്തിന് വേണ്ടി മാത്രം, ചെറിയ രീതിയിൽ ഒരു പൊടി മധുരം. ഓക്കെ, നിങ്ങൾ രാവിലെ 3 ദോശയായിരിക്കും കഴിക്കുന്നുണ്ടാവും. അതിന് പകരം നിങ്ങൾ 1.5 ദോശ ആക്കുക, ക്വാണ്ടിറ്റി കുറക്കുക. ഓക്കെ,
അല്ല, ഞാൻ എക്സാമ്പിൾ പറയണം, എല്ലാത്തിൻ്റെയും പകുതി 1.5 എന്ന രീതിയിലോട്ട് വെക്കുക. ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറിൻ്റെ അളവ് കുറയ്ക്കുക, കുറച്ച് ചോറ്. ഒരുപാട് പച്ചക്കറികൾ ഉൾപ്പെടുത്തുക, ഒരുപാട് കറികൾ ഉൾപ്പെടുത്തുക. പൊരിച്ചതും കരിച്ചതൊക്കെ ഒഴിവാക്കുക കേട്ടോ. അതൊന്നിപ്പോൾ ഞങ്ങൾ കഴിക്കണ്ട. മാക്സിമം എണ്ണ പൊരിച്ചത് കൊടുക്കരുത്. ചിക്കൻ നിങ്ങൾക്ക് കഴിക്കാം, മാക്സിമം ചിക്കൻ നിങ്ങൾ കഴിച്ചോളൂ. എത്ര ചിക്കൻ വേണം കഴിക്കാം. കറി വെച്ചത് കഴിക്കാം, ഗ്രിൽഡ് കഴിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കഴിക്കാം, ഞാൻ അതിനൊന്നും പറയില്ല. പക്ഷെ ബീഫ് കഴിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ബീഫ് കൊളസ്ട്രോൾ വരും. ഓക്കെ, ചിക്കൻ ഞാൻ പറയണം, ചിക്കൻ നിങ്ങൾക്ക് ഓംലെറ്റ് അടിച്ച് കഴിക്കാം. വൈറ്റ് മാത്രം എടുത്ത് ഓംലെറ്റ് അടിച്ച് കഴിക്കാം. എത്ര വേണം കഴിച്ചോ, നോ പ്രോബ്ലം. ഉച്ചയ്ക്ക് ഈ ഓംലെറ്റ് മാത്രം കഴിച്ചാൽ മതി. വൈകിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ചായ കുടിക്കാം, മധുരം വളരെ കുറച്ചിട്ട് 1 ഗ്ലാസ്. രാത്രി നിങ്ങൾ ചോറിന് പകരം നിങ്ങൾ 2 ചപ്പാത്തി. നിങ്ങൾ ഓൾറെഡി കാർബോ ചോറ് എടുത്ത് കഴിഞ്ഞാൽ അതുകൊണ്ടാണ്. സലാഡ് ആഡ് ചെയ്യുക, കൂടുതൽ സലാഡ് ആഡ് ചെയ്യുക. ഒരുപാട് കറികൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മതിയാവും. പിന്നെ പഴം കഴിക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഡയറ്റ് ഒന്ന് മാറ്റി നോക്കുക. പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഹിൻഡ് മാത്രം കാണും. ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ഒരു വേറെ ലെവലിലോട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വണ്ണം കുറക്കാൻ പറ്റും. പിന്നെ എക്സസൈസ് വേറെ, അത് നമ്മൾ പിന്നെ സംസാരിക്കാം. വണ്ണം കൊടുക്കുന്നതിൻ്റെ ഫുഡ് ഡയറ്റിങ്ങിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. എക്സസൈസ് നമ്മൾ ചെയ്യണം. ഞാൻ എന്തായാലും ജിമ്മിൽ പോകാറുണ്ട്. ഞാൻ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്തിട്ടും വണ്ണം കുറച്ച് തന്നെയാണ്. ഒരു 50% ഡയറ്റ് എടുത്തിട്ട് വണ്ണം കുറച്ചാണ് 50%, ടോട്ടൽ 100% കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഞാൻ അതും നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ജിമ്മിൽ പോകാം, വർക്കൗട്ട് ചെയ്യാം. ജിമ്മിൽ പോകാൻ പറ്റാത്തവർക്ക് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യാം. ഒരുപാട് എക്സസൈസുകളുണ്ട് വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്സസൈസുകളുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാം. ഫുഡ് ഡയറ്റിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് വണ്ണം കുറക്കാം. ഡയറ്റ് എന്തും ആവാം, അത് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഫുഡായിരിക്കണം. ചില ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയും നിങ്ങൾ ഒട്ടും ഫുഡ് കഴിക്കരുത്, നിങ്ങൾ പട്ടിണി കിടക്കണം എന്നൊക്കെ പറയും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് നിങ്ങളെ ബാധിക്കും. അതുകൊണ്ട് ഒരിക്കലും ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. പട്ടിണി കിടന്നുകൊണ്ട് നിങ്ങൾ ഡയറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കേസല്ല. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഫുഡ് കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് തടി കുറക്കാം. ഓക്കെ, ബിരിയാണി കഴിക്കണം, ബിരിയാണി കഴിക്കാം. ഐസ്ക്രീം കഴിക്കാം. പൊറോട്ട കഴിക്കാം. ഷവർമ കഴിക്കാം. ഞാൻ എല്ലാം കഴിക്കാറുണ്ട്. സത്യമായിട്ട് ഞാൻ ഇതൊക്കെ കഴിക്കാറുണ്ട്. ഞാൻ ഡയറ്റ് എടുത്തുകൊണ്ട് ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ഷവർമ കഴിച്ചു രാത്രി. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഇന്ന് ഷവർമ കഴിച്ചു തന്നിട്ട്? സത്യമാണ്, ഞാൻ ഇന്ന് ഷവർമ കഴിച്ചു. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബിൽ വീഡിയോസ് എടുത്തു ഞാൻ അതിൽ പറയാറുണ്ട് ഷവർമേൻ്റെ കാര്യമായിട്ട്. ഷവർമ കഴിച്ച കാര്യം, അതുപോലെ ഫുഡ് ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് കണ്ടാൽ എനിക്ക് മനസ്സിലാവും. എൻ്റെ ഷോർട്സിൽ പോയാൽ മതി. അതാ പറഞ്ഞത്, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, പക്ഷെ നമ്മൾ ഒരു ചെറിയൊരു വ്യത്യാസം വരുത്താനുണ്ട്. ആ വ്യത്യാസം എന്താണെന്നുള്ള കാര്യം എനിക്ക് എന്ന് നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ വീഡിയോ ഞാൻ സംസാരിക്കില്ല. ഒരു ചെറിയ വ്യത്യാസം നമ്മൾ ചെയ്യേണ്ടടുത്ത് ചെറിയൊരു വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ തടി കുറക്കാൻ പറ്റും. അതെന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊക്കെ കഴിച്ചുകൊണ്ട് വണ്ണം കുറക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഏതോ ഒരുപാട് ഡ്രസ്സുകൾ, നമ്മളിപ്പോൾ ഞാൻ ഇടുന്ന ഷർട്ടൊക്കെ നമുക്ക് ഭയങ്കര ടൈറ്റ് ആയിട്ട് ഭയങ്കര ലൂസായി കണ്ടോ, ഭയങ്കര ലൂസായി. ഇങ്ങനെ നമ്മൾ ഇടുന്ന ഏത് ഡ്രസ്സും പാൻറ്റൊക്കെ നമുക്ക് ലൂസായിട്ട് വരും. അല്ലെങ്കിൽ എന്ത് ചുരിദാർ ഇട്ടാലും സാരി എടുത്താലും എന്തിട്ടാലും ഭയങ്കര കംഫർട്ടായിട്ട് വരും. അതാണ് നമ്മൾ മനസ്സിന് സന്തോഷമായിരിക്കും, നമുക്ക് തന്നെ സന്തോഷം ഫീൽ ചെയ്യും. പിന്നെ നമ്മളെ കാണുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ തടി കുറവ് എങ്ങനെയാണ്, അവർക്ക് ഒരുപാട് അറിയേണ്ട ഒരു ആകാംക്ഷ ഉണ്ടാവും. കുറേ സംഭവങ്ങളുണ്ടാവും അല്ലേ. നമുക്ക് എവിടെയെങ്കിലും പോകാം, ഓടാം, നടക്കാം. ആദ്യം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മളത് ഇതായി മാറും. നമുക്ക് പിന്നെ ഒരു ഹാപ്പി ആയിട്ട് മാറും അല്ലേ. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ വണ്ണത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ ലൈഫിൽ. നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഈ ഓട്ട മത്സരത്തിനൊക്കെ പോകും, ഈ മാരത്തോണൊക്കെ പങ്കെടുക്കാൻ പോകും. പണ്ട് എനിക്ക് ഓടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കിതക്കും പെട്ടെന്ന് ഓടിയാൽ പെട്ടെന്ന് കിതച്ച് ഞാൻ വീണു ഫ്ലാറ്റാണ്. പക്ഷെ ഇപ്പം ഉണ്ടല്ലോ, എത്ര ഓടിയാലും ഞാൻ കിതക്കത്തില്ല. അതിനുള്ള സ്റ്റാമിന കിട്ടിക്കഴിഞ്ഞു. ഇതിൻ്റെ കാരണം ഇതാണ്, നമ്മളെ വണ്ണം കുറഞ്ഞു, നമ്മളെ ബോഡി ഫിറ്റായി.
അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മളെ ബോഡി ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഓടുകയോ ചാടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അതിനൊരു ഐഡിയ ഉണ്ട്, ഒരു സംഭവമുണ്ട്. ഡീറ്റെയിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ സംസാരിക്കാം. അതെന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതാണ് എങ്ങനെയാണ് സംസാരിക്കുന്നത്. ഈ ഡിജിറ്റലായിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, ബൈ.